ACC പ്രൊഫഷണൽ ലെവലിൽ ഏത് ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യും എന്ന കൺഫ്യൂഷനിലാണോ നിങ്ങൾ? I am Anjali Peter, your ACCA mentor. Advanced Audit and Assurance, Advanced Financial Management, Advanced Taxation, Advanced Performance Management എന്നിങ്ങനെ 4 ഓപ്ഷണൽ പേപ്പേഴ്സാണ് നമുക്ക് P ലെവലിൽ വരുന്നത്. ഇതിൽ 2 പേപ്പേഴ്സാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഹയസ്റ്റ് പാസ് പെർസെൻറ്റേജ് ഉള്ള പേപ്പർ നോക്കുകയാണെങ്കിൽ ATXും AFM ആണ് നമുക്ക് വരുന്നത്. ഇനി AAAയും APയും ആണ് പൊതുവെ പാസ് റേറ്റ് കുറഞ്ഞു വരുന്ന പേപ്പേഴ്സ്. പക്ഷേ ഈ ഒരു പാസ് പെർസെൻറ്റേജ് മാത്രം നോക്കിയാണോ നിങ്ങൾ ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യേണ്ടത്? അല്ല. ഫസ്റ്റ് ഐഡൻറ്റിഫൈ യുവർ സ്ട്രെങ്ത്. സ്കിൽ ലെവൽ പേപ്പേഴ്സിലെ അഡ്വാൻസ് ടോപ്പിക്സ് ആണ് പ്രൊഫഷണൽ ലെവലിൽ നമുക്ക് വരുന്നത്. സോ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷണൽ പേപ്പറിൻ്റെ ഒരു സ്ട്രോങ് ബേസ് സ്കിൽ ലെവലിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഇഫ് യു ലവ് FM ഇൻ സ്കിൽ ലെവൽ, AFM might suits you. Enjoy PM, go for APM. Scored well in tax, ATX is your route. Comfortable with audit, AAA could be your choice. അതുപോലെ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യുക, ഇവിടെ ജസ്റ്റ് മാർക്ക് മാത്രം നോക്കരുത്. സ്കിൽ ലെവലിൽ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത പേപ്പർ P ലെവലിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആകാം. സോ നിങ്ങൾക്ക് ആ ഒരു പേപ്പർ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റുമോ എന്നുകൂടി ഉറപ്പ് വരുത്തുക. സ്കിൽ ലെവലിൽ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പേപ്പറാണ് P ലെവലിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പാസ്സാകാനും പഠിക്കാനും കുറച്ച് പാടായിരിക്കും. ഇനി ഈ ഒരു പേപ്പർ പഠിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതിയോ? ഇല്ല, നിങ്ങളുടെ കരിയർ ഗോൾസ് കൂടി ഇവിടെ മാച്ച് ആകണം. ACC ഇറ്റ്സെൽഫ് അഡ്വൈസ് ചെയ്യുന്നത് കരിയർ പാത്ത് നോക്കി ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യാനാണ്. നിങ്ങൾക്കിപ്പോൾ ടാക്സ് റിലേറ്റഡ് വർക്ക് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ UK യൂറോപ്പിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ATX നിങ്ങൾക്ക് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പർ ആയിരിക്കും. ഇനി ഓൾറെഡി ഓഡിറ്റ് റിലേറ്റഡ് വർക്ക് ആണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ EY, ഡിലോയിറ്റ്, PwC പോലുള്ള കമ്പനീസിൽ ജോയിൻ ചെയ്യാനാണ് പ്ലാൻ എങ്കിൽ അവിടെ AAA പേപ്പർ മസ്റ്റ് ആയിരിക്കും. ഇനി കൺസൾട്ടിങ്, കോസ്റ്റിംഗ്, ബിസിനസ് സ്ട്രാറ്റജി തുടങ്ങിയ ഏരിയാസ് ആണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് എങ്കിൽ APM ഈസ് ഫോർ യു. ഇനി ഫൈനാൻസ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് തുടങ്ങിയ ഏരിയാസിലാണ് നിങ്ങൾ പാഷനേറ്റ് എങ്കിൽ AFM ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പേപ്പർ. സോ ഒരു ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പേപ്പറിൻ്റെ സിലബസും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, സ്കിൽ ലെവലിൽ പഠിച്ചതിൽ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ജോബ് പൊസിഷനിലേക്ക്, ആ ഒരു കരിയർ പാത്തിലേക്ക് ഈ ഒരു ഓപ്ഷണൽ പേപ്പർ നമുക്ക് സ്യൂട്ട് ആകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെക്ക് ചെയ്ത ശേഷം മാത്രം ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ഏത് ഓപ്ഷണൽ പേപ്പറാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ റീസൺ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതും കമൻറ്റിൽ പറയുക.